إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുക നിങ്ങളുടെ ദീനിനെ നിങ്ങൾ മുറുകെ പിടിക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിൻപറ്റുക അതിലൂടെ അല്ലാതെ ഇരുലോകത്തും നിങ്ങൾക്ക് വിജയം ലഭിക്കുകയില്ല സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അതിമഹത്തായിട്ടുള്ള ഒരു ഗ്രന്ഥം ഇറക്കുകയുണ്ടായി വിശുദ്ധ ഖുർആൻ അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ നബിയെ താങ്കളുടെ മേലെ ഈ ഖുർആൻ ഇറക്കിയിട്ടുള്ളത് താങ്കൾ ദുഃഖിക്കാനോ ബുദ്ധിമുട്ടാനോ വേണ്ടിയിട്ടല്ല ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ ഭയപ്പെടുന്ന ആളുകൾക്ക് ഒരു ഉത്ബോധനമായി കൊണ്ടാണ് ഈ ഖുർആൻ നാം നിങ്ങളുടെ മേലെ ഇറക്കിയിട്ടുള്ളത് തൻസീലൻ മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഉലാ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഇറക്കിയിട്ടുള്ളതാണ് ഈ ഖുർആൻ എന്നുള്ളത് സഹോദരങ്ങളെ അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചുകൊണ്ട് ഈ ഖുർആൻ കൊണ്ട് ജനങ്ങൾക്ക് താക്കീത് ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു വഈദ് അല്ലാഹുവിന്റെ താക്കീതുകൾ ഭയപ്പെടുന്നവരെ ഈ ഖുർആൻ കൊണ്ട് നീ ഓർമ്മപ്പെടുത്തുക ഉത്ബോധനം ചെയ്യുക എന്ന് പറയുകയുണ്ടായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅയിൽപ്പെട്ടതായിരുന്നു ഖുർആനിന്റെ പ്രത്യേകമായിട്ടുള്ള ആയത്തുകൾ അല്ലെങ്കിൽ സൂറത്തുകൾ അവ കൊണ്ട് ഉമ്മത്തിനെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് അതിൽ പരാമർശിക്കപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അവരെ താക്കീത് ചെയ്യുക അവരെ ഓർമ്മിപ്പിക്കുക എന്നുള്ളത് അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശീലമായിരുന്നു ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ യൗമുൽ ജുമുഅ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ച സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ച ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ച അവിടെ നിന്ന് പുറത്തേക്കാക്കിയ നാളെ അന്ത്യനാൾ സംഭവിക്കുന്ന മഹത്തായ ശ്രേഷ്ഠമായ മുസ്ലിം ഉമ്മത്തിന് വേണ്ടി അല്ലാഹു തആല തെരഞ്ഞെടുത്ത യൗമുൽ ജുമുഅ ആ ദിവസത്തിലെ ഫജ്ർ നിസ്കാരം ജമാഅത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഫജ്ർ നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശീലമായിരുന്നു സൂറത്തുൽ സജ്ദയും സൂറത്തുൽ ഇൻസാനും പാരായണം ചെയ്യുക എന്നുള്ളത് വളരെ മഹത്തായ ഒരു മനുഷ്യന്റെ തുടക്കവും ഒടുക്കവും പ്രതിപാദിക്കുന്ന അവൻ ചിന്തിക്കേണ്ട ധാരാളം കാര്യങ്ങൾ ആ രണ്ട് സൂറത്തുകളായി ഉൾക്കൊള്ളുന്നു ആ രണ്ട് സൂറത്തുകൾ ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ സജ്ദയിൽ പറഞ്ഞു ذلك عالم الغيب والشهادة العزيز الرحيم الله سبحانه وتعالى ദൃശ്യവും അദൃശ്യവും എല്ലാം അറിയുന്ന അസീസായിട്ടുള്ള പ്രതാപവാനായിട്ടുള്ള റഹീം കാരുണ്യം ചൊരിയുന്നവനായിട്ടുള്ളവൻ അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖലഖഹ് അവൻ സൃഷ്ടിച്ച എല്ലാത്തിനെയും അതിന്റെ കൃത്യമായ പരിപൂർണതയിൽ സൃഷ്ടിച്ചവൻ വബദഅ ഖൽഖൽ ഇൻസാനി മിൻ തീൻ മനുഷ്യന്റെ സൃഷ്ടിപ്പാണെങ്കിലോ കളിമണ്ണിൽ നിന്നാണ് അവൻ ആരംഭിച്ചത് എന്നിട്ട് പറഞ്ഞു സുമ്മ ജഅല നസ്ലഹു മിൻ സുലാലത്തിൻ മിൻ മാഇൻ മഹീൻ എന്നിട്ടൊരു വെള്ളത്തിൽ അവന്റെ സന്തതികളുടെ സത്തയെ ആ വെള്ളത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കുകയും ചെയ്തു ثم سواه ونفخ فيه من روحه എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച റൂഹുകളിൽ നിന്ന് റൂഹ് കൊണ്ട് അവനെ കൃത്യമായ രൂപത്തിൽ ഒരുക്കുകയും ചെയ്തു വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലൻ മാ തഷ്കുറൂൻ എന്നിട്ട് അവന് കേൾവിയും അവന് കാഴ്ചയും അവന് ചിന്തിക്കാൻ ഹൃദയവും എല്ലാം നൽകി വളരെ കുറച്ച് മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ എന്ന് അല്ലാഹു തആല പറഞ്ഞത് കാണാം. അതുപോലെ തന്നെ സൂറത്തുൽ ഇൻസാനിൽ അല്ലാഹു തആല പറഞ്ഞു
ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫ, നാം ഇതാ മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് മിൻ നുത്ഫത്തിൻ അംശാജിൻ, തെറിച്ചു വീഴുന്ന ഒരു വെള്ളത്തുള്ളിയാണ്. നബ്തലീഹ്, അവനെ പരീക്ഷിക്കാൻ. ഫജഅൽനാഹു സമീഅൻ ബസീറ, നാം അവനെ കേൾവിയും കാഴ്ചയും ഉള്ളവനാക്കി. സഹോദരങ്ങളെ, ഈ രണ്ടായത്തുകൾ, ഈ രണ്ട് സൂറത്തുകളിലെ ഈ രണ്ടായത്തുകളിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചിട്ടുള്ള ഓർമ്മപ്പെടുത്തലുണ്ട്. അതിലൂടെ 4 കാര്യങ്ങളാണ് അല്ലാഹു തആല മനുഷ്യന്റെ ചിന്തയിലേക്ക് പറഞ്ഞു തരുന്നത്. ആ കാര്യങ്ങൾ നാം ഉറ്റാലോചിക്കുകയും അതിന്റെ അനന്തരഫലം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയും വേണം. ഒന്നാമത്തെ കാര്യം അല്ലാഹു തആല ഈ ആയത്തുകളിൽ പറഞ്ഞിട്ടുള്ളത്, അതാ അല്ലാഹുവാണ് മനുഷ്യന്റെ സൃഷ്ടാവ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് സൃഷ്ടിച്ചത്. നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്നുള്ളത് അല്ലാഹു തആല പറഞ്ഞു. നോക്കൂ, ذلك عالم الغيب والشهادة, എല്ലാ ദൃശ്യവും അദൃശ്യവും എല്ലാം കൃത്യമായി അറിയുന്ന, ഒരു വ്യത്യാസമില്ലാതെ അറിയുന്നവനാണവൻ. അൽ അസീസ്, എല്ലാവിധ കഴിവും ശക്തിയുടെയും പരിപൂർണതയുള്ള പ്രതാപമുള്ളവനാണവൻ. അർ റഹീം, വിശാലമായ കാരുണ്യമുള്ള ആ കാരുണ്യം ചൊരിയുന്നവനാണവൻ. അല്ലദീ അഹ്സന കുല്ല ശൈഇൻ ഖലഖഹു, അവൻ സൃഷ്ടിച്ച ഏതൊരു സൃഷ്ടിയെയും അതിന്റെ ജീവിതത്തിന് ആവശ്യമായ രീതിയിൽ, കോലത്തിൽ, രൂപത്തിൽ അല്ലാഹു തആല അവരെ സൃഷ്ടിച്ചിട്ടുണ്ട്. വബദഅ ഖൽഖൽ ഇൻസാനി മിൻ തീൻ, മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കളിമണ്ണിൽ നിന്ന് ആരംഭിച്ചു. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മെ സൃഷ്ടിച്ചത്. നമ്മുടെ സൃഷ്ടാവ് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുപോലെ തന്നെ സൂറത്തുൽ ഇൻസാനിൽ അല്ലാഹു ഈ ആയത്തുകളിൽ പറഞ്ഞു. നോക്കൂ, ഇന്നാ ഖലഖനൽ ഇൻസാൻ, നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഒന്നാമത്തെ കാര്യം അല്ലാഹുവാണ് മനുഷ്യന്റെ സൃഷ്ടാവ് എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്ന കാര്യം, അല്ലാഹു തആല സൃഷ്ടിച്ച സൃഷ്ടിയായിരിക്കെ അവൻ വെറും ദുർബലനാണ് എന്നുള്ളത്. അവന്റെ ശക്തിയുടെ മേലെയും അവന്റെ കഴിവിന്റെ മേലെയും അവന്റെ അധികാരത്തിന്റെ മേലെയും അഹങ്കരിക്കുന്നുണ്ട് എങ്കിൽ കേവലം ഒരു സൃഷ്ടിയും അടിമയും ദുർബലതയിൽ നിന്ന്, ദൗർബല്യത്തിൽ നിന്ന് സൃഷ്ടിച്ചതാണ് നിന്നെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ അറിയിക്കുന്നു. നോക്കൂ, അല്ലാഹു പറഞ്ഞത് വബദഅ ഖൽഖൽ ഇൻസാനി മിൻ തീൻ, കളിമണ്ണിൽ നിന്നാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ആരംഭം. പിന്നെയോ ثم جعل نسله من سلالة من ماء مهين, അതെ, ഒരു വെള്ളത്തുള്ളിയിൽ നിന്ന്, അറപ്പും വെറുപ്പും തോന്നുന്ന ഒരു വെള്ളത്തുള്ളിയിൽ നിന്നാണ് നിന്റെ ആരംഭമുണ്ടായിട്ടുള്ളത്. അത്രയും വലിയ ദൗർബല്യത്തിന്റെ ഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടാണ് ഇന്ന് നീ അവസ്ഥയിലെത്തിയിട്ടുള്ളത് എന്ന് അല്ലാഹു ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ സൂറത്തുൽ ഇൻസാനിൽ അല്ലാഹു പറഞ്ഞു. നോക്കൂ, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ, തെറിച്ചു വീഴുന്ന ഒരു തുള്ളിയിൽ നിന്നാണ് നാം മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതേ സഹോദരങ്ങളെ, ദുർബലനായിട്ടുള്ള, ദഈഫായിട്ടുള്ള സൃഷ്ടിയാണ് മനുഷ്യൻ. അവന്റെ ആരംഭം അവിടെ നിന്നാണ്. മറ്റൊരായത്തിൽ സൂറത്തുൽ റൂമിൽ ഇതേ ആശയം അല്ലാഹു തആല ഒന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. അല്ലാഹുല്ലദീ ഖലഖകും മിൻ ദഅഫിൻ, അല്ലാഹു നിങ്ങളെ ദൗർബല്യത്തിൽ നിന്ന് ദുർബലരായിക്കൊണ്ട് സൃഷ്ടിച്ചു. ثم جعل من بعد ضعف قوة, പിന്നെ അതാ ആ ദുർബലതയ്ക്ക് ശേഷം നിങ്ങൾക്ക് യുവത്വവും ആരോഗ്യവും ശക്തിയുമുള്ള അവസ്ഥയുണ്ടാകുന്നു. ثم جعل من بعد قوة ضعفا وشيبا, ഇത് നിങ്ങൾക്ക് നിലനിൽക്കുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? ഇല്ല, നിങ്ങൾക്കതാ വരാൻ പോകുന്നു വാർദ്ധക്യത്തിന്റെ നരബാധിച്ച ദുർബലതയുടെ കാലഘട്ടത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതെ, രണ്ടാമത്തെ കാര്യം അവൻ ദുർബലനാണ് എന്നുള്ളത്. മൂന്നാമത്തേത് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ അറിയിക്കുന്നത്, ഇനി മനുഷ്യന് ഭൂമിയിൽ മറ്റുള്ള സൃഷ്ടികളെക്കാൾ ഔന്നത്യം നൽകിയിട്ടുള്ള, അവനുള്ള കഴിവ് നൽകിയിട്ടുള്ള, അവനുള്ള അറിവ് നൽകിയിട്ടുള്ള, അവനുള്ള എല്ലാ കാര്യങ്ങളും നൽകിയത് അല്ലാഹു അവന്റെ ഔദാര്യമായി കൊണ്ട് മാത്രമാണ്. അല്ലാഹു തആല സൂറത്തുൽ സജ്ദയിൽ പറഞ്ഞു. നോക്കൂ, ثم سواه ونفخ فيه من روحه وجعل لكم السمع والابصار والافئده, പിന്നീട് റൂഹിനെ നൽകിക്കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് വളർത്തിക്കൊണ്ടുവരുമ്പോൾ അല്ലാഹുവാണ് നിങ്ങൾക്ക് കേൾവി നൽകിയത്, അവനാണ് നിങ്ങൾക്ക് കാഴ്ച നൽകിയത്, അവനാണ് നിങ്ങൾക്ക് ഹൃദയം നൽകിയത്. അതുപോലെ സൂറത്തുൽ ഇൻസാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹ് ഫജഅൽനാഹു സമീഅൻ ബസീറ, നാമാണ് അവന് കേൾവിയും കാഴ്ചയും ഒരുക്കിയത്. നോക്കൂ സഹോദരങ്ങളെ, മറ്റുള്ള ജന്തു ജീവജാലങ്ങൾക്കും കേൾവിയുണ്ട്, മറ്റുള്ള ജന്തു ജീവജാലങ്ങൾക്കും കാഴ്ചയുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും അവർക്ക് ഒരു കാര്യം മനസ്സിലാക്കാനോ അറിവ് നേടാനോ അതിലൂടെ മുന്നേറാനോ ഉള്ള കഴിവ് അല്ലാഹു തആല നൽകിയിട്ടില്ല. മറ്റുള്ള സൃഷ്ടികളുടെ മേലെ ഈ കേൾവിയും കാഴ്ചയും ഹൃദയവും നൽകി നിങ്ങൾക്ക് ഇന്ന് ലഭിക്കുന്ന എന്തൊരു കാര്യമുണ്ടോ അത് നൽകിയവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹു തആല പറഞ്ഞു. നോക്കൂ, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ഷൈഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഉമ്മമാരുടെ ഗർഭപാത്രത്തിൽ നിന്ന് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നത് ഒരറിവുമില്ലാത്ത അവസ്ഥയിലാണ്. നിങ്ങൾക്കൊരു ചുക്കും അറിയില്ലായിരുന്നു, ഒന്നും തന്നെ അറിവില്ലായിരുന്നു. ഇന്ന് നിങ്ങളുടെ കച്ചവടത്തിൽ ലാഭം നേടാൻ നിങ്ങൾക്കറിയില്ല,
നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത നിങ്ങൾക്കുണ്ടായിരുന്നില്ല, നിങ്ങളുടെ ശക്തിയോ ഒന്നും തന്നെ നിങ്ങൾക്കുണ്ടായിരുന്നില്ല, നിങ്ങൾക്ക് ഗുണമുള്ളത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമായിരുന്നില്ല, നിങ്ങൾക്ക് ദോഷമുള്ളത് ഒഴിവാക്കാൻ നിങ്ങൾക്ക് അറിയുമായിരുന്നില്ല, ഒന്നും തന്നെ നിങ്ങൾക്ക് അറിയുമായിരുന്നില്ല. وَجَعَلَ لَكُمُ السَّمْعَ وَالْأَبْصَارَ وَالْأَفْئِدَةَ ലഅല്ലക്കും തഷ്കുറൂൻ. അതെ, കേൾവിയും കാഴ്ചയും ചിന്താശേഷിയും ഹൃദയം നൽകിയതിലൂടെ നിങ്ങൾ നന്ദിയുള്ളവരാകാൻ, അതിലൂടെയാണ് നിങ്ങൾ ഈ അറിവ് നേടിയത്. മറ്റുള്ള ജീവജാലങ്ങൾക്ക് അതുണ്ടായിട്ടും അവർക്കത് സാധിക്കുന്നില്ല, എന്നാൽ മനുഷ്യരായി നിങ്ങൾക്ക് സാധിക്കുന്നു. അത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്. നാലാമത്തെ കാര്യം സഹോദരങ്ങളെ, ഈ രണ്ട് സൂറത്തുകളിലെ ഈ ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ പരാമർശിക്കുമ്പോൾ അല്ലാഹു തആല അറിയിക്കുന്നത് എന്തിനാണ് അല്ലാഹു ഈ സൃഷ്ടിയെ സൃഷ്ടിച്ചത്. ദുർബലതയിൽ നിന്നൊരുക്കി ഈ കഴിവുകളും ശക്തികളും നൽകി അല്ലാഹു എന്ത് ലക്ഷ്യത്തിനാണ് ഇവരെ ഒരുക്കിയിട്ടുള്ളത്. അല്ലാഹു തആല പറഞ്ഞു നോക്കൂ, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹ്. സൂറത്തുൽ ഇൻസാനിൽ നാം മനുഷ്യനെ ഇതാ തെറിച്ചു വീഴുന്ന ശുക്ലത്തുള്ളിയിൽ നിന്ന് സൃഷ്ടിച്ചിട്ടുള്ളത്, വെള്ളത്തുള്ളിയിൽ നിന്ന് സൃഷ്ടിച്ചിട്ടുള്ളത് നബ്തലീഹ്, അവനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അവനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്, ഖൈറ് കൊണ്ടും ഷർറ് കൊണ്ടും പരീക്ഷിക്കാൻ വേണ്ടിയാണ്. മറ്റുള്ള ആളുകൾ ജീവിക്കുന്നത് പോലെ ദുനിയാവിന്റെ അലങ്കാരങ്ങളിൽ മതിമറക്കാനോ അതിൽ മുഴുകാനോ വേണ്ടിയല്ല. നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് എന്നറിയാൻ അല്ലാഹു പറഞ്ഞു, ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ആരാണ് നിങ്ങളിൽ ഇഹ്സാനോടുകൂടി പരിപൂർണതയോടുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അതേ സഹോദരങ്ങളെ, ഈ 4 കാര്യങ്ങൾ ഈ ആയത്തുകളിൽ ഈ 2 സൂറത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്ത് അല്ലാഹുവിന്റെ അടുക്കൽ വിജയിക്കാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده الصلاة والسلام على من لا نبي بعده عباد الله اتقوا الله. സഹോദരങ്ങളെ, ശരീഅത്തിന്റെ ലക്ഷ്യത്തിൽപ്പെട്ടതാണ് യൗമുൽ ജുമുഅയിൽ ഫജ്റിന്റെ ദിവസത്തിൽ ഫജ്ർ നിസ്കാരത്തിൽ ഈ 2 സൂറത്തുകൾ പാരായണം ചെയ്യുക എന്നുള്ളത്. അതിലൂടെ മനുഷ്യന്റെ തുടക്കം എന്തായിരുന്നുവെന്നും അവന്റെ ജീവിതത്തിലെ ഘട്ടങ്ങൾ എന്തായിരുന്നുവെന്നും പരലോകം എന്താണെന്നും അവിടെ വിചാരണയും ശിക്ഷയും പ്രതിഫലവും എന്താണെന്നും ഓർമ്മപ്പെടുത്തുക എന്നുള്ളത്. അതിൽ മനുഷ്യന്റെ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട 2 ആയത്തുകളാണ് ഈ സൂറത്തുകളിൽ നിന്ന് നാം മനസ്സിലാക്കിയത്. അതിൽ 4 കാര്യങ്ങൾ അല്ലാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തി. ഒന്ന്, അല്ലാഹുവാണ് നമ്മുടെ സൃഷ്ടാവ് എന്നുള്ളത്. 2, ദുർബലതയിൽ നിന്നാണ് നിങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ളത്. 3, നിങ്ങൾക്കുള്ള കഴിവും ശക്തിയും എല്ലാം അല്ലാഹു നൽകിയ ഔദാര്യമാണ് എന്നുള്ളത്. 4-ാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ എങ്ങനെ ഒരുക്കിയിട്ടുള്ളത് പരീക്ഷിക്കാൻ വേണ്ടിയാണ് എന്നുള്ളത്. എന്നാൽ സഹോദരങ്ങളെ, മനുഷ്യർ ഈ ലക്ഷ്യം മനസ്സിലാക്കാതെ ഇതിനെ തൊട്ട് അശ്രദ്ധയിലായിട്ട് അതിൽ കവിഞ്ഞവരായിട്ട് ജീവിക്കുന്നു. അല്ലാഹു തആല പറഞ്ഞു, കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ. അവർക്ക് ഈ ചിന്തയില്ല, എവിടെ നിന്നാണ് വന്നത് എന്നോ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നോ ഞാൻ എന്താണ് ഇവിടെ പ്രവർത്തിക്കേണ്ടതെന്നോ ചിന്തയില്ല. അവർ ചിന്തിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അർആഹു ഇസ്തഗ്നാ, ഞാൻ മതിയായവനാണ്, എനിക്കൊരാളുടെയും ആവശ്യമില്ല, ഞാൻ അല്ലാഹുവിലേക്ക് ആവശ്യക്കാരനല്ല, എന്റെ കാര്യങ്ങൾ കൊണ്ട് ഞാൻ മതിയായവനാണ് എന്ന നിലക്കാണ് മനുഷ്യന്റെ ചിന്ത പോകുന്നത് എന്ന്. എന്താണ് ഇതിനുള്ള പരിഹാരം? ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? അല്ലാഹു തആല ഈ ആയത്തുകളെ തുടർന്ന് പറഞ്ഞു, ഇന്ന ഇലാ റബ്ബിക റുജ്ആ. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ റബ്ബിലേക്ക്. ഏതൊരു റബ്ബാണോ ദുർബലതയിൽ നിന്ന്, ദൗർബല്യത്തിൽ നിന്ന്, വെള്ളത്തുള്ളിയിൽ നിന്ന് ഈ രൂപത്തിലേക്ക് നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങളെ വളർത്തി വലുതാക്കിയത്, നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും നൽകിയത്, നിങ്ങളെ വ്യത്യസ്ത പരീക്ഷണങ്ങളിലൂടെ കടത്തിക്കൊണ്ടുപോകുന്നത്, അവനിലേക്കുള്ള മടക്കം, അർറുജ്ആ, മടക്കം നിങ്ങൾക്കുണ്ട്. അവനിലേക്കുള്ള ഒരു മടക്കം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിലേക്കുള്ള മടക്കത്തെക്കുറിച്ച് ആലോചിക്കുക. അവൻ നമ്മുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അത് നാളെ നമ്മുടെ മുമ്പിൽ വെക്കപ്പെടും. അതിൽ ഖൈർ കണ്ടവൻ അല്ലാഹുവിനെ സ്തുതിക്കട്ടെ, അത് ഷർറാണെങ്കിൽ അവന്റെ സ്വന്തത്തെ തന്നെ അവൻ ആക്ഷേപിക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇഹ്സാനോടുകൂടി അമൽ ചെയ്യാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിലൂടെ മുന്നേറുക. ഈ ചിന്തയുണ്ടാവുക, ഈ ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെ ജീവിതത്തിനെ സ്വാധീനിക്കുന്ന അവസ്ഥയിലാക്കുക. അല്ലാഹു തആല പരലോകത്ത് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.